നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് നീറ്റ് എക്സാമിന് 2017 മുതൽ 23 വരെ +2 സുവോളജിയിൽ നിന്ന് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്, ഓരോരോ ചാപ്റ്ററിൻ്റെ അനാലിസിസ് ആണ് പറയാനുള്ളത്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഏത് ഭാഗത്താണ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്, ഏത് ഭാഗത്താണ് ക്വസ്റ്റ്യൻ വരാത്തത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ +1 വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് കാണാതെ +2 ക്ലാസ് കേൾക്കണവർക്ക് വേണ്ടി പറയാണ്. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഓരോ ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം ഇത് കേൾക്കാൻ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ക്ലാസ്സായിട്ട് കേൾക്കണ്ട. ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് കുറേ കേട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സാധനം കേട്ടത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെന്ന് കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ ക്ലാസ് കേൾക്കാൻ. പറഞ്ഞാൽ എന്താ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ ഭാഗത്തുനിന്നേ ക്വസ്റ്റ്യൻ വരുള്ളൂ എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇതുവരെ കഴിഞ്ഞ എക്സാമിൻ്റെ നീറ്റ് എക്സാമിൻ്റെ അനാലിസിസ് ആണ്. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ വരുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ആ ഭാഗങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വെച്ച് നിങ്ങൾ പഠിക്കുക. റേസ് ഒരിക്കലും പറയണില്ല ഈ ഭാഗത്തുനിന്ന് അത് എടുത്ത് പറയാം, ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് ഒരിക്കലും റേസ് പറയുന്നില്ല. നിങ്ങൾ ഫുള്ള് പഠിക്കണം. കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഏത് ഭാഗത്ത് കൊടുക്കണം. ഈ ഭാഗങ്ങൾ അറിയാതെ നിങ്ങൾ പോകരുത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതും പഠിക്കാതെ പോകരുത്, അതാണ് ഉദ്ദേശം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഓരോരോ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് തന്നത് ഓരോരോ വർഷമല്ല, 7 വർഷം കൂടെ ഓരോരോ ചാപ്റ്ററിന് വന്ന ക്വസ്റ്റ്യൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷന്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതുപോലെ ജനറ്റിക്സ് 1, ജനറ്റിക്സ് 2, ഹ്യൂമൻ ഹെൽത്ത്, എവല്യൂഷന്, മൈക്രോബ്സ്, ബയോഡൈവേഴ്സിറ്റി. ഈ ചാപ്റ്ററുകളിൽ ഓരോരോ വർഷവും വന്ന ക്വസ്റ്റ്യന് എത്ര ഉണ്ട്? ടോട്ടൽ 7 വർഷത്തും കൂടിയാണ് ഈ തന്നത്. 7 വർഷം കൂടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 22 ക്വസ്റ്റ്യൻ വന്ന്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് 17 വന്ന്, ജനറ്റിക്സ് 1 27 വന്ന്, ജനറ്റിക്സ് 2 41 വന്ന്. നിങ്ങൾക്ക് അതല്ല വേണ്ടത്. നിങ്ങൾക്ക് ആവറേജ് ഒരു പരീക്ഷയ്ക്ക് എത്ര ക്വസ്റ്റ്യൻ വരും എന്ന് അറിയണ്ട്. ഹ്യൂമൻ റീപ്രൊഡക്ഷന് നിങ്ങൾക്ക് ഒരു 3 ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. 3 ക്വസ്റ്റ്യൻ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് 2 ക്വസ്റ്റ്യൻ, ജനറ്റിക്സ് 1 4 ക്വസ്റ്റ്യൻ, ജനറ്റിക്സ് 2 5 6 ക്വസ്റ്റ്യൻ, എവല്യൂഷന് ഹ്യൂമൻ ഹെൽത്തും എവല്യൂഷനും ഏകദേശം 3 ക്വസ്റ്റ്യനാണ് ചോദിക്കുക. ഇവിടെ ആദ്യം എവല്യൂഷൻ പിന്നെ ഹ്യൂമൻ ഹെൽത്താണ്. എന്തായാലും 3 ക്വസ്റ്റ്യനാണ് ആവറേജ് ഉണ്ടാവുക. പിന്നെ മൈക്രോബ്സും ബയോഡൈവേഴ്സിറ്റിയും 2 ക്വസ്റ്റ്യനാണ് ചോദിക്കാറ്. അപ്പം ജനറ്റിക്സ് 1 2 നോക്കിയാൽ അതിൻ്റെ വെയിറ്റേജ് 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 40 മാർക്ക്. നീറ്റിൻ്റെ 40 മാർക്ക് ജനറ്റിക്സ് 1 2. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ് ജനറ്റിക്സ് 1 2. അത് ഒഴിവാക്കി പഠിക്കല്ല വേണ്ടത്, എങ്ങനെയെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ആ 40 മാർക്ക് കിട്ടാതെ നിങ്ങൾ നീറ്റിന് എന്തിനാ മക്കളെ പോയിട്ട് കാര്യം? അപ്പോൾ ജനറ്റിക്സ് 1 2 അത്രയും വൃത്തിക്ക് നിങ്ങൾ അറിയണം. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇന്നത് പഠിച്ചോളി തെറ്റ പറയാനും പറ്റില്ല. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ അനാലിസിസിലൂടെ കിടക്കാം. ഫസ്റ്റ് ഹ്യൂമൻ റീപ്രൊഡക്ഷനാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആവറേജ് 3 ചോദ്യമാണ് വരാറ്. ആവറേജ് നിങ്ങൾക്കറിയാം 3 3 3 3 3 3 ഒരു പ്രാവശ്യം 4 ക്വസ്റ്റ്യൻ. ആവറേജ് ഒരു 3 ക്വസ്റ്റ്യനാണ് വരാറ്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത പറയട്ടെ, എല്ലാവർക്കും എളുപ്പമുള്ള ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. പക്ഷേ ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റും. ഞാൻ വീണ്ടും പറയാണ്, ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ തെറ്റിക്കണ ചാപ്റ്ററായിരിക്കും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. സ്പെർമിയോജനസിസ്, സ്പെർമാറ്റോജനസിസ് മാറ്റി ചോദിച്ചാൽ നമ്മൾ കുടുങ്ങി. ഊജനസിസും കൂടി ഇട്ടാൽ ഒന്നും കൂടി കുടുങ്ങി. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, പ്രൈമറി ഊസൈറ്റ്, സെക്കൻഡറി ഊസൈറ്റ്, പോളാർ ബോഡി, ഇതിൻ്റെയൊക്കെ ക്രോമസോമിൻ്റെ എണ്ണം ചോദിച്ചാൽ നമ്മൾ വെട്ട്. ക്രോമസോമിൻ്റെ എണ്ണം ചോദിക്കും. അതിൽ ഏതൊക്കെ ഡിപ്ലോയിഡ് ഏതൊക്കെ ഹാപ്ലോയിഡ്. അപ്പോൾ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് വിചാരിച്ച് നിൽക്കരുത്. പിന്നെയും മെൻസ്ട്രുവൽ സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗം. അതിന് ഹോർമോണുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, നമുക്ക് തെറ്റും. മെൻസ്ട്രുവൽ സൈക്കിൾ നമ്മൾ 4 ഫേസുകൾ കാണാൻ പഠിച്ച്, മെൻസ്ട്രുവൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ് എന്നൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഹോർമോൺ വെച്ചിട്ടായിരിക്കും. അപ്പം നമുക്ക് തെറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, ഞാൻ ഇവിടെ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചോദിക്കുന്നുണ്ടെങ്കിൽ 1 സ്പെർമാറ്റോജനസിസ് ഊജനസിസ് എന്നായിരിക്കും, 2 മെൻസ്ട്രുവൽ സൈക്കിൾ എന്നായിരിക്കും, മറ്റത് വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും. അത് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് തെറ്റു. വീണ്ടും ഞാനിങ്ങോട്ട് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, 12 മാർക്ക് കിടക്കുന്ന ചാപ്റ്ററാണത്.
മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഹോർമോണൽ ബാലൻസ് ഏത് രീതിയിലും ചോദിച്ചാൽ കിട്ടുന്ന രീതിയിൽ തറോ ആയിട്ട് വേണം നിങ്ങൾ പോകാൻ. പ്രൊജസ്റ്ററോൺ കൂടിയ LH എന്ത് ചെയ്യും? പില്ല് കഴിക്കണ ഫീമെയിൽസിൽ LH FSH എന്ത് ചെയ്യും? മെനോപോസ് കഴിഞ്ഞ ഫീമെയിലിൽ ഈസ്ട്രോജനും പ്രൊജസ്റ്ററോൺ എന്ത് സംഭവിക്കും? മെനോപോസ് കഴിഞ്ഞ ഫീമെയിൽസിൽ LH FSH എന്ത് സംഭവിക്കും? പ്രഗ്നൻ്റ് ഫീമെയിൽസിൽ പ്രൊജസ്റ്ററോൺ ഈസ്ട്രോജൻ എന്ത് സംഭവിക്കും? അപ്പോൾ FSH LH എന്ത് സംഭവിക്കും? ഇതൊക്കെ ക്വസ്റ്റ്യനാണ്. ഹോർമോണൽ ബാലൻസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. ഒന്ന്. പിന്നെ സ്പെർമാറ്റോജനസിസ്, സ്പേമിയോജനസിസ്, സ്പേമിയേഷൻ, oogenesis, അതിലെ ക്രോമസോമിൻ്റെ എണ്ണത്തിൻ്റെ പാറ്റേൺ, എത്ര പ്രൈമറി സ്പെർമാറ്റോസിൽ ഇത്ര ക്രോമസോം ഉണ്ടെങ്കിൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ എത്ര ക്രോമസോം ഉണ്ടാവും. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ്റെ പാറ്റേണാണ്. നല്ല വൃത്തിക്ക് ആ ഭാഗം പഠിക്കുക. പിന്നെ ഒന്ന് ഏതെങ്കിലും ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ മെയിലോ ഫീമെയിലോ അതുപോലെ ഫെർട്ടിലൈസേഷന് കപ്പാസിറ്റേഷൻ എന്താണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഹാർട്ട് സൗണ്ട് കേൾക്കൽ ഏത് മാസമാണ്, അമ്മ കുട്ടി ഇളകിയത് കാണുന്നത് ഏത് മാസമാണ്, അങ്ങനെ ആ എംബ്രിയോണി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊളസ്ട്രോം, അതിലുള്ള ആൻറ്റിബോഡി, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ വരാറ്. ഒരു റഫായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഏത് ഭാഗത്തിലാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വെച്ചാൽ സ്പെർമാറ്റോജനസിസ്, oogenesis, സ്പേമിയേഷൻ, അതിൻ്റെ ഹോർമോണൽ കൺട്രോൾ, മെൻസ്ട്രുവൽ സൈക്കിൾ, അതിൻ്റെ ഹോർമോണൽ കൺട്രോൾ. ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, എഴുതാതിരിക്കണമായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതാക്കണം എന്നല്ല പറഞ്ഞത്, തെറ്റാൻ അത്രയും ചാൻസ് ഉള്ള ഭാഗമാണ്. ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാണ്. നമുക്ക് ഓരോന്ന് ഒരു ആവറേജ് 3 ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്ത് നിന്ന് വരിക എന്ന് നമ്മൾ പറഞ്ഞ് ഓരോരോ വർഷത്തിൻ്റെ അനാലിസിസ് പോവുകയാണെങ്കിൽ 2017 കോർപ്പസ് ലൂട്ടിയം ഏത് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ഏത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും? പ്രൊജസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യും. കപ്പാസിറ്റേഷൻ എന്താണ്? കപ്പാസിറ്റേഷൻ അറിയാത്തവരുണ്ടാവും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ സ്പേം എത്തിയതിന് ശേഷം വജൈനയിൽ അല്ലെങ്കിൽ സർവീക്സിൽ സ്പേം എത്തിയതിന് ശേഷം അതിൻ്റെ മോട്ടിലിറ്റി കൂടും. അതാണ് കപ്പാസിറ്റേഷൻ. ആഫ്റ്റർ ദി എൻട്രി ഓഫ് സ്പേം ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇറ്റ്സ് മോട്ടിലിറ്റി ഇൻക്രീസസ്. അതിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റേഷൻ. കപ്പാസിറ്റേഷൻ എവിടെ നടക്കുക? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് നടക്കുന്നത് ആർക്കാ? സ്പേമിനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. GnRHൻ്റെ ഫംഗ്ഷൻ, GnRH പിറ്റ്യൂട്ടറിയിൽ നിന്ന് FSH LHനെയും റിലീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഹോർമോൺ നോക്കിയേ, ഹോർമോൺ റിലീസ്ഡ് ബൈ പ്ലാസൻ്റ, മെൻസ്ട്രുവൽ സൈക്കിൾ ഹോർമോണൽ ബാലൻസ്, പിന്നെ റിലാക്സിൻ ഹോർമോണ്, മെൻസ്ട്രുവൽ സൈക്കിൾ മെനാർക്കി, മെനോപോസിൽ ഹോർമോണൽ ബാലൻസ്, കോർപ്പസ് ലൂട്ടിയം റിലീസ് ചെയ്യണ ഹോർമോണിൻ്റെ. അപ്പോൾ ഹോർമോൺ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. പിന്നെ സ്പേമിയേഷൻ, സ്പെർമിയോജനസിസ്, സ്പെർമാറ്റോജനസിസ്, oogenesis, അതിൻ്റെ ഡിഫറൻസുകൾ. അപ്പോൾ oogenesisൽ മിയോട്ടിക് ഡിവിഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരാറ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി എന്താണ് അതിന് വരുന്നത്? കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. അമ്നിയോൺ ഡിറൈവ്ഡ് ഫ്രം എക്ടോഡേം ആൻഡ് മീസോഡേം. ഈ അമ്നിയോൺ നിങ്ങൾ കേട്ടിട്ടോ? അമ്നിയോൺ, കോറിയോൺ, അലെൻഡോയിസ്, ഓഡിക്സാർ. അമ്നിയോൺ ഏതൊക്കെ ജേം ലെയറിനാണ് ഉണ്ടാവണമെന്ന് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എക്ടോഡേം ആൻഡ് മീസോഡേം എന്നാണ്. അത് അങ്ങനെങ്കിലും പഠിച്ചു വെച്ചോടി. അമ്നിയോൺ ഏത് ലെയർമെന്നാണ് ഉണ്ടാവുക? എക്ടോഡേം ആൻഡ് മീസോഡേം. സ്പേമിയോജനസിസും സ്പേമിയേഷനും വ്യത്യാസം. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഫേസുകൾ അത് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. പിന്നെ സ്പേമിയേഷനും സ്പേമിയോജനസും തമ്മിലുള്ള വ്യത്യാസം സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. പ്ലാസൻ്റ ഉണ്ടാക്കുന്ന ഹോർമോണും അമ്നിയോൺ ഡിറൈവ് ചെയ്യുന്നത് അത് തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻറ്റിബോഡി പ്രസൻറ്റ് ഇൻ കൊളസ്ട്രോം IgA നിങ്ങൾക്ക് അറിയണമായിരിക്കും. സീക്വൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് സ്പേം സെൽ ഇൻ മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് നിങ്ങൾക്ക് അറിയാം. അത് സെമിനൽ വെസിക്കിള്, റിട്ട ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്ട്, യൂറിത്ര. ആ സീക്വൻസ് ആണ് ക്വസ്റ്റ്യന്. oogenesisൻ്റെ സെക്കൻഡ് പോളാർ ബോഡി എപ്പോഴാണ് ഉണ്ടാവുക? ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത്. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഹോർമോണൽ ബാലൻസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓരോരോ ഫേസിലും ഹോർമോണൽ ബാലൻസ്. പിന്നെ മെനോപോസിലെ ഹോർമോണൽ ബാലൻസ്, പ്രഗ്നൻസിയിലെ ഹോർമോണൽ ബാലൻസ്. പ്രഗ്നൻ്റ് ആയ ഫീമെയിലിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? പില്ല് കഴിക്കണ ഫീമെയിലിൽ എന്തുകൊണ്ടാണ് മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ലാത്തത്? ഒക്കെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. എന്തുകൊണ്ട് ഓവുലേഷൻ പ്രിവെൻ്റ് ആവണം? ഒക്കെ അതിൻ്റെ ഹോർമോണൽ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ ചെയ്ത് നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർ ആവുള്ളേ. oogenesisൻ്റെ മിയോട്ടിക് ഡിവിഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുക? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുക? പ്ലാസൻ്റ ഉണ്ടാക്കുന്ന ഹോർമോൺസ്, ഓവത്തിൻ്റെ ലെയേഴ്സ്, ബൾബോ യൂറിത്ര ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ, ലെഡിക് സെല്ല്. അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലെയേഴ്സ് ഓഫ് ഓവം, മറ്റേ സ്പേം ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ ഓവത്തിൻ്റെ ഏത് ലെയറുമ്മലാണ് കാണുന്നത്? സോണ പെല്ലൂസിൻ്റെയാണ് ആൻസർ. പാർച്ചുറേഷന് വേണ്ട ഹോർമോൺ ഓക്സിറ്റോസിനാണ്. റിലാക്സിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബുക്കിൽ പറയണ ഓവറിയാണ്. കുറച്ച് പ്ലാസൻ്റ ഉണ്ടാക്കുന്നുണ്ട്. തിയറി ക്വസ്റ്റ്യനുകളാണ് കംപ്ലീറ്റ് ചോദിച്ചത്. oogenesis എപ്പോഴാണ് തുടങ്ങുന്നത്? എംബ്രിയോണിക് ലൈഫിൽ തുടങ്ങും. സ്പേമിയേഷനും സ്പേമിയോജനസിസും തമ്മിലുള്ള വ്യത്യാസം. സ്പെർമാറ്റോജനസിസും oogenesis തമ്മിലുള്ള വ്യത്യാസം. മെൻസ്ട്രുവൽ സൈക്കിളിൽ മെനാർക്കി എന്താ? മെനോപോസ് എന്താ? മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇജാക്കുലേറ്ററി ട്രാക്റ്റും ബർത്ത് കനാലും തമ്മിലുള്ള വ്യത്യാസം. അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യന്. മെൻസ്ട്രുവൽ സൈക്കിൾ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ. അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനാണ്. ഇത്രയാണ്
ഹ്യൂമൻ റീപ്രൊഡക്ഷനിലുള്ളത്. അടുത്തത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ആവറേജ് 2 ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ അത്ര ഞങ്ങൾ പ്രതീക്ഷിക്കും. ഒന്ന് IUD ആണ്. IUD സ്ഥിരം ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു പോയിക്കോളൂ. ഏത് ക്വസ്റ്റ്യൻ വരും? IUD ഏതൊക്കെ? കോപ്പർ റിലീസിങ് IUD, പിന്നെ നോൺ മെഡിക്കേറ്റഡ് IUD, ഹോർമോൺ റിലീസിങ് IUD. അതിൻ്റെ പേരുകൾ കോപ്പർ റിലീസിങ് IUD, കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 75, നോൺ ഹോർമോൺ റിലീസിങ് IUD അല്ലെങ്കിൽ നോൺ മെഡിക്കേറ്റഡ് IUD അത് ലിപ്പീസ് ലൂപ്പാണ്. ഹോർമോൺ റിലീസിങ് IUD LNG-20 പ്രൊജസ്റ്റാസർട്ട്. ഇത് ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾക്ക് നോക്കിയേ IUD എവിടെയൊക്കെ വരുന്നുണ്ട്? കോപ്പർ റിലീസിങ് IUD ഫംഗ്ഷൻ, ഹോർമോൺ റിലീസിങ് IUD എക്സാമ്പിൾ, ഹോർമോൺ റിലീസിങ് IUD എക്സാമ്പിൾ, ലിപ്പീസ് ലൂപ്പ്, വാസക്ടമി, കൊയിറ്റസ് ഇൻട്രപ്റ്റസ്. അതിൽ മാത്രമേ അതിലില്ലാത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിലും IUD ഉണ്ട്. പിന്നെ STDസിൻ്റെ പേര് ഈ ചാപ്റ്റർ നമുക്ക് എടുത്ത് പറയാൻ പറ്റുക. STDസിൻ്റെ പേര് താഴെ പറയണതിൽ ഏതൊക്കെയാണ് STDs? കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലാത്തത്. താഴെ പറയണതിൽ ഏതാണ് STD അല്ലാത്തത്, ഏതാണ് STD? അതാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. പിന്നെ STDസിൻ്റെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അത് സ്ഥിരമാണ്. STDs എന്നൊരു ക്വസ്റ്റ്യൻ സ്ഥിരമാണ്. IUD എന്നൊരു സ്ഥിരമാണ്. 2 ക്വസ്റ്റ്യനാണ് പറഞ്ഞ്. പിന്നെ വേറെ ഒന്ന് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇതുണ്ടല്ലോ, ഏത്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഏത്? ഇപ്പോൾ ഒരു വൈഫിന് ഓവൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല, അപ്പോൾ ഏത് മെത്തേഡ് ചെയ്യും? ഹസ്ബൻഡിൻ്റെ സ്പേം കൗണ്ട് കുറവാണെങ്കിൽ ഏത് മെത്തേഡ് ചെയ്യും? അങ്ങനെ വൈഫിന് ഒരു ആ ഭാഗത്തുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ആ വൈഫിന് ഓവൻ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ വേറെ ഓവൻ ഉണ്ടാക്കാൻ പറ്റൂല, വേറെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പാർച്ചുറിഷനും അതുപോലെ ക്യാരിയിങ്ങിനും അതിനൊന്നും പ്രശ്നമില്ല. ആകെ ഒരു പ്രശ്നം ഓവൻ ഉണ്ടാക്കാനുള്ള കഴിവില്ല. അങ്ങനെയാണെങ്കിൽ മെത്തേഡാ ചെയ്യുക? GAFT. പിന്നെ സ്പേം കൗണ്ട് കുറവാണെങ്കിൽ ഏത് മെത്തേഡാ ചെയ്യുക? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറവാണെങ്കിൽ ഏത് മെത്തേഡാ ചെയ്യുക? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അതാണ് ഇന്ന് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞാൽ കപ്പിളുടെ പ്രശ്നം തരും, ഇങ്ങോട്ട് ഓൽക്ക് ചെയ്യേണ്ട മെത്തേഡ് ചോദിക്കും. അത് സ്ഥിരം ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ സ്ഥിരം ക്വസ്റ്റ്യനാന്ന് തന്നെ 3 പറഞ്ഞു. പക്ഷേ അത് ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആവറേജ് 2 ചോദ്യമാണ് ചാപ്റ്ററിന് ചോദിക്കാറ്. 2 എന്നാൽ ചില വർഷമൊക്കെ 3 ചോദിക്കുന്നുണ്ട്, 1 ഉണ്ട്. ആവറേജ് 2 ചോദ്യം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. ICSI, IUT, GIFT, GAI അതാണ് ഇന്ന് ക്വസ്റ്റ്യൻ. കോപ്പർ റിലീസിങ് IUDൻ്റെ ഫംഗ്ഷൻ, പിന്നെ STD. സഹേലിൻ്റെ ആക്ഷൻ. സഹേലി എന്താ? ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്, അതിൻ്റെ ആക്ഷൻ. പിന്നെ ഹോർമോൺ റിലീസ് IUDൻ്റെ എക്സാമ്പിൾ, STD നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ, ഹെപ്പറ്റൈറ്റിസ് B, ജെനിറ്റൽ ഹെർപ്പീസ്, എയ്ഡ്സ്. പിന്നെ ഹോർമോണൽ ബാലൻസ് വരുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെ? പിന്നെ ZIFT, IUT, GIFT, ICSI ഞാൻ പറഞ്ഞ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. STDൻ്റെ പേരുകൾ ഏതൊക്കെയാണ്? പിന്നെ ഹോർമോൺ റിലീസിങ് IUDൻ്റെ എക്സാമ്പിൾ, STD എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യും. പിന്നെ വാസക്ടമി, ട്യൂബക്ടമി നമ്മളെ ഏത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് ക്വസ്റ്റ്യൻ. പിന്നെ ഡയഫ്രോം, പില്ല്, IUD, ലാക്ടേഷൻ അമിനോറിയ അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ STDs കംപ്ലീറ്റ്ലി ഇൻക്യൂറബിൾ ആയിട്ട് ഡിസീസ് നേരത്തെയും പറഞ്ഞ്. അമ്നിയോസിന്തസിസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്ന്. വാസക്ടമി, കൊയിറ്റസ് ഇൻട്രപ്റ്റസ്, സെർവിക്കൽ ക്യാപ്പ്, സഹേലി അത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനും വന്ന്. അപ്പോൾ ലാസ്റ്റ് ട്രെൻഡ് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനുകൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് ഹെൽത്താണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐഡിയ കിട്ടി കാണും. ഇനിയാണ് സാധനം ജനറ്റിക്സ് 1. ഒരു 5 അല്ലെങ്കിൽ 4 ചോദ്യമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ 5 വരെ 5 നോക്കി 5, 4, പിന്നെ 4, 2, 2, 6 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 4-5 ക്വസ്റ്റ്യൻ നമുക്ക് ജനറ്റിക്സ് 1 എന്ന് പ്രതീക്ഷിക്കാം. അതിൽ ഡിസോർഡേഴ്സ് എന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത്? തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഡൗൺ സിൻഡ്രോം, ക്ലിനിഫെൽട്ടർ സിൻഡ്രോം. ഡിസോർഡേഴ്സ് ഒരു ക്വസ്റ്റ്യൻ ഷുവർ, അതിൽ ഡൗട്ട് വേണ്ട നിങ്ങൾക്ക്. ഞാൻ ഇവിടെ കാണിക്കാം. ഇതാ ഡൗൺ സിൻഡ്രോം 2017 ഡൗൺ സിൻഡ്രോം. 18 ഇന്ന് ക്വസ്റ്റ്യൻ കാണുന്നില്ല. 19 ക്ലിനിഫെൽട്ടർ സിൻഡ്രോം. 20 തലാസീമിയ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫിനോകിറ്റോനൂറിയ. 21 സിക്കിൾ സെൽ അനീമിയ. 22 കളർ ബ്ലൈൻഡ്നെസ്. 23 ഡൗൺ സിൻഡ്രോം. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാവും. ഡിസോർഡർ ക്വസ്റ്റ്യനാണ്, അത് ഉറപ്പാണ്. അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ നിങ്ങൾക്ക് ജനറ്റിക്സിന് ക്വസ്റ്റ്യൻ ഇടാൻ കഴിയുള്ളൂ. അപ്പം അത്രയും തറവായിട്ട് അതിൻ്റെ ഇൻഹെറിറ്റൻസ് ഇപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരിക. അച്ഛന് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്, അമ്മ കാരിയറാണ്, അങ്ങനെയെങ്കിൽ മോൻ എത്ര പെർസെൻറ്റേജ് വരും, മോക്ക് എത്ര പെർസെൻറ്റേജ് വരും, കുട്ടിയേക്ക് എത്ര പെർസെൻറ്റേജ് വരും, അതിൻ്റെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. ഫുള്ള് ചെയ്ത് നോക്കുക. സിക്കിൾ സെൽ അനീമിയ 2 ആൾക്കാർ കാരിയർ ആണെങ്കിൽ കുട്ടിക്ക് രോഗം വരാനുള്ള പ്രോബിലിറ്റി എത്ര? ആ ക്വസ്റ്റ്യനുകൾ കംപ്ലീറ്റ് തറവാക്കി പോവുക. ഉറപ്പാ മക്കളെ. അതിന് ക്വസ്റ്റ്യൻ നിങ്ങൾ അതിൻ്റെ പാറ്റേൺ മനസ്സിലായി കാണും. നിങ്ങൾക്ക് അതിൻ്റെ ആ ഐഡിയ അങ്ങ് കിട്ടി കാണും.
പിന്നെ ലിങ്കേജിൻ്റെ ഫ്രീക്വൻസി വെച്ചിട്ട് നിങ്ങൾക്കറിയാം എ ആൻഡ് ബി തമ്മിലുള്ള ദൂരം എത്രയും തന്നു, ബി ആൻഡ് സി തമ്മിലുള്ള ദൂരം എത്രയും തരും, സി ആൻഡ് ഡി തമ്മിലുള്ള ദൂരം തരും, എ ആൻഡ് ഡി തമ്മിലുള്ള ദൂരം തരും, എ ആൻഡ് സി തമ്മിലുള്ള ദൂരം തരും. എന്നിട്ട് ഈ ജീനിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ ലിങ്കേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനായിട്ട് സ്ഥിരമാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച്, അതിൻ്റെ മുമ്പ് ചോദിച്ച്, ആ ലിങ്കേജ് എന്ന് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഇതാ ക്ലിനിഫൽട്ടർ സിൻഡ്രോം, ജീൻ മാപ്പിംഗ് അതാണ് ഈ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ലിങ്കേജിൻ്റെ ക്വസ്റ്റ്യൻ. ജീൻ മാപ്പിംഗ് ഫസ്റ്റ് തന്നെ ആരാണ്? പിന്നെ ജീൻ മാപ്പിംഗ് ബൈ ഗിവിങ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ ജീൻസ്, ജീനുകൾ തമ്മിലുള്ള, ഞാൻ ഈ പറഞ്ഞതാണ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്നിട്ട് ജീനുകൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. പിന്നെ ഇതാ ഇത് തന്നെയാണ് അതിൽ മെയിനായിട്ട് വന്നത്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ്. എല്ലാ ഭാഗവും പഠിക്കണം. കോഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഓരോ പോയിന്റുകൾ ഇങ്ങനെ പറയാനുള്ളൂ. മൾട്ടിപ്പിൾ അലിലിസം, പ്ലിയോട്രോപ്പിസം, പോളിജനിക് ഇൻഹെറിറ്റൻസ്, സെക്സ് ഡിറ്റർമിനേഷൻ 4 ടൈപ്പ്, XX, XY, XX, X0, ZZ, ZW, ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ, ആ കംപ്ലീറ്റ് സെക്സ് ഡിറ്റർമിനേഷൻ്റെ കോൺസെപ്റ്റ്. പിന്നെ പെഡിഗ്രി അനാലിസിസിൻ്റെ സിമ്പിളുകൾ. അപ്പോൾ ആ ചാപ്റ്ററിന് ഒന്നും ഒഴിവാക്കാനില്ല. പിന്നെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. എപ്പോഴാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കാത്തത്? ലിങ്കേജിലാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടക്കൂല. മെൻ്റൽ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് കാണൂലായിരുന്നു എങ്ങനെയാണെങ്കിൽ ആ ഭാഗം വൃത്തിക്ക് ക്ലിയർ ആക്കുക. സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഞാനിപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഞാൻ എല്ലാ സ്ഥിരം ക്വസ്റ്റ്യനാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ പറയുന്നത്. 2017 നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ട് ബ്ലഡ് ഗ്രൂപ്പുകൾ തന്നു. ഇത് വേറെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ്. പേരൻസിൻ്റെ ജീനോടൈപ്പുകൾ തരും. പേരൻസിൻ്റെ ജീനോടൈപ്പ് തന്നിട്ട് കുട്ടികൾ വരാൻ ചാൻസ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പുകളുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും ഒക്കെ ചോദിക്കും. അതൊരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ്. അല്ലെങ്കിൽ ആ കുട്ടികളുടെ ബ്ലഡ് ജീനോടൈപ്പ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ട് അങ്ങനെയാണെങ്കിൽ പേരൻസിൻ്റെ ജീനോടൈപ്പ്, അതൊരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് ജീനോടൈപ്പ് ഓഫ് പാരൻറ്റ് ഗിവൺ, ഫൈൻഡ് ദ ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് ഓഫ് ചിൽഡ്രൻ എന്നാണ്, അങ്ങനെയാണ് അന്ന് ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ മെൻ്റൽ പഠിച്ച 7 ക്യാരക്ടർ, ആ ലിസ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ തലാസീമിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ ഡിസോർഡർ, മെൻ്റൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത വർഷം 1856 to 1863 വർഷമാണ് ചോദിച്ചത്. ഡൗൺ സിൻഡ്രോം അന്ന് കംപ്ലീറ്റ് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും ഈ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും ബാക്കിയൊക്കെ തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു. 2018 ആകെ 4 ക്വസ്റ്റ്യനാണ് വന്ന്, 2 മാച്ച് ദ ഫോളോയിങ്ങും 2 തിയറിയും. ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്, ബ്ലഡ് ഗ്രൂപ്പിൽ ഏതൊക്കെ കാണുന്നുണ്ട്? ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിളൽസ് കാണുന്നുണ്ട്. സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. പിന്നെ 2 സ്റ്റേറ്റ്മെൻറ്റ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. സ്റ്റാർച്ച് സിന്തസിസും ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങും XO ടൈപ്പ് സെക്സ് ഡിറ്റർമിനൻസും ലിങ്കേജുമായി ബന്ധപ്പെട്ടൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. മെൻ്റലി TH മോർഗൻ ഡൈഹൈബ്രിഡ് ക്രോസ് റൈബോസൈമുമായി ബന്ധപ്പെട്ട ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനാണ് അന്ന് വന്നത്. പിന്നെ ക്ലിനിഫൽട്ടർ സിൻഡ്രോം, ജീൻ മാപ്പിംഗ് ആരാ എക്സ്പ്ലെയിൻ ചെയ്തത്? ആൽഫ്രഡ് സ്റ്റുവർട്ട് വാൻ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ റേഷ്യോ, ഗ്രാസ് ഓപ്പർ മാന് ബേഡ്സിലെ സെക്സ് ഡിറ്റർമിനേഷൻ, ഗ്രാസ് ഓപ്പറിൽ XX, X0, മാനിൽ XX, XY, ബേഡ്സിൽ ZZ, ZW, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ. ഇനി 2020 ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് TH മോർഗനാണ്. ക്യാരക്ടർ സ്റ്റഡീഡ് ബൈ മെൻ്റൽ ആൻഡ് ഈസ് കോൺട്രാസ്റ്റ്, മെൻ്റൽ പഠിച്ച 7 ക്യാരക്ടറും അതിൻ്റെ ട്രേറ്റുകളും. മൾട്ടിപ്പിൾ അലിലിസം എന്താണ്? പിന്നെ ഡിസോർഡർ, തലാസീമിയ, ഹീമോഫീലിയ, സിക്കിൾസ് അനീമിയ, ഫിനോകീറ്റോണൂറിയ. അടുത്ത് നോക്കിയാൽ വീണ്ടും സിക്കിൾസ് അനീമിയ, പന്നഡ് സ്ക്വയർ. അടുത്ത 22 നോക്കിയാൽ ജീൻ മാപ്പിംഗ്, കളർ ബ്ലൈൻഡ്നെസ്. 23 നോക്കിയാൽ അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഒരു പാറ്റേൺ ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും. ഡൗൺ സിൻഡ്രോം, പെഡിഗ്രി അനാലിസിസിൻ്റെ സിമ്പിൾ, ജീൻ മാപ്പിംഗ് ആരാ ചെയ്തത്, പ്ലിയോട്രോപ്പിസം എന്താണ്, ക്ലിനിഫൽട്ടർ സിൻഡ്രോം ഡിസോർഡർ. അതുപോലെ അൺഇക്വോക്കൽ പ്രൂഫ് ദാറ്റ് DNA is genetic material ഫസ്റ്റ് പ്രപ്പോസഡ് ബൈ, അതാരാ? ആൽഫ്രഡ് ഹർഷെ മാർത്ത ചേസ്. അത് ജെനറ്റിക്സ് 2-ലാണ്, ജെനറ്റിക്സ് 2-ലാണ്. അത് ഇതിൽ പെട്ടുപോയതാണ്. ജെനറ്റിക്സ് 1-ലല്ല ഉള്ളതല്ല, ജെനറ്റിക്സ് 2-ത്തതാണത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജെനറ്റിക്സ് 2-ൻ്റെ അനാലിസിസാണ്. ജെനറ്റിക്സ് 2-ൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് 5 or 6 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ. പക്ഷേ മക്കളെ ഇത് ക്വസ്റ്റ്യൻ എളുപ്പമാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യനുകൾ എളുപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് DNA കോഡിങ് സ്ട്രാൻഡ് തരും.
എന്നിട്ട് RNA ഏതാ ഉണ്ടാവണേ, അല്ലെങ്കിൽ ടെംപ്ലേറ്റ് തരും RNA ഏതാ ഉണ്ടാവണേ, സ്റ്റോപ്പ് കോഡോണുകൾ ഏതൊക്കെ. സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ജനറ്റിസ്റ്റ്. കുട്ടിക്ക് എന്നും ബുദ്ധിമുട്ടാണ്. ഞാൻ അവരെ സാറായതുകൊണ്ട് സിമ്പിളാണെന്ന് പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. സംഗതി സിമ്പിളാണ്, കുട്ടിക്കത് മനസ്സിലാക്കാൻ പാടാണ്. അതാണ് എൻ്റെ പ്രശ്നം. ജനറ്റിക്സ് 1 എത്രയോ സിമ്പിളായുള്ള സാധനമാണ് ജനറ്റിക്സ്, പക്ഷെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അത് എന്തോ കുട്ടിയെക്കാണ്ട് തലേ കയറാൻ ബുദ്ധിമുട്ടാണ്. ഞാനത് എങ്ങനെ പഠിക്കണം എന്നൊന്നും പറഞ്ഞുതരാൻ കഴിയില്ല. എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ വരും. ട്രാൻസ്ക്രിപ്ഷൻ ചോദിക്കും, പക്ഷേ ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണത് എളുപ്പം. ഇപ്പം നമ്മളെ ആൽഫ്രഡ് ആർഷെ മാർത്ത ചേസിൻ്റെ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ തരും. പിന്നെ മാത്യു മസൽസൺ ഫ്രാങ്ക്ലി സ്റ്റോളിൻ്റെ ന്യൂമറിക്കൽ, അതുമായി ബന്ധപ്പെട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരും. പിന്നെ ലാക്കോപ്രോണൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇതിൻ്റെ അനാലിസിസിൽ കാണാൻ പറ്റും. ലാക്കോപ്രോൺ 2019 ലാക്കോപ്രോൺ, 2022 ലാക്കോപ്രോൺ, 2023 ലാക്കോപ്രോൺ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേണാണ്. പിന്നെ ട്രാൻസ്ക്രിപ്ഷനിൽ വേണ്ട എൻസൈം, DNA ഡിപ്പെൻഡ് RNA പോളിമറേസ് 1, 2, 3, പിന്നെ റെപ്ലിക്കേഷനിൽ കണ്ടിന്യൂസ്, ഡിസ്കണ്ടിന്യൂസ്. ഒന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഇത് പഠിച്ചോളി എന്ന് പറയാനില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട ചാപ്റ്ററാണ്. ഇനി അതിലെ ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് അനലൈസ് ചെയ്യാം. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ വന്നൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്ന്, പിന്നെ DNA ജനറ്റിക് മെറ്റീരിയൽ ഫൈനൽ പ്രൂഫ് വന്നത് ആൽഫ്രഡ് ഹർഷെ മാർത്ത ചേസ് ആണ്. സ്പ്ലൈസിയോസോംസ് ആർക്കാ വേണ്ടാത്തതെന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. സ്പ്ലൈസിയോസോം പ്രോകാരിയോട്സിന് വേണ്ട, കാരണം അവർക്ക് സ്പ്ലൈസിങ് ഇല്ല. H1 ഹിസ്റ്റോൺ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കണ്ടൻസേഷൻ പാക്കേജിങ് ഓഫ് DNA H1 ഹിസ്റ്റോൺ കേട്ടത്. റെപ്ലിക്കേഷനിൽ ലീഡിങ് സ്ട്രാൻഡ് ഏതാ, ലാഗിങ് സ്ട്രാൻഡ് ഏതാ, ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ് എപ്പോഴാണ് ഉണ്ടാവുക. മോസ്റ്റ് അബണ്ടൻ്റ് RNA ഏതാ, RRNA ആണ്. DNA ഫ്രാഗ്മെൻറ്റിൻ്റെ ചാർജ് നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ സീക്വൻസ് ഓഫ് mRNA കോഡിംഗ് സ്ട്രാൻഡ് ഈസ് ഗിവൺ. ഒന്ന് ആലോചിക്കുക, DNA കോഡിംഗ് സ്ട്രാൻഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇങ്ങോട്ട് RNA ഇതാ പറഞ്ഞു. നിങ്ങൾ നോക്കട്ടോ ക്വസ്റ്റ്യനുകൾ ഇപ്പം ശ്രദ്ധിക്കുക. കോഡിംഗ് സ്ട്രാൻഡ് നിങ്ങൾക്ക് തന്ന് ഇങ്ങോട്ട് RNA ഇതാ പറഞ്ഞു. ആ RNA കോഡിംഗ് സ്ട്രാൻഡ് പോലെ തന്നെ ആയിരിക്കും തൈമിനുള്ളവർക്ക് യുറാസിൽ എഴുതിയാൽ മതി, അത്ര പടിയേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കോഡിംഗ് സ്ട്രാൻഡ് തന്നത്. നിങ്ങൾ വിചാരിക്കുക ഇതാണ് കോഡിംഗ് സ്ട്രാൻഡ് തന്നതെങ്കിൽ ഈ T ഉള്ളവർക്ക് U ഇട്ടാൽ അത് RNA ആയി. കോഡിംഗ് സ്ട്രാൻഡ് പോലെ ആയിരിക്കും ഉണ്ടാവണം RNA. സെമി കൺസർവേഡ് DNA റെപ്ലിക്കേഷൻ അത് ഫസ്റ്റ് കാണിച്ച് മാത്യു മസൽസൺ ഫ്രാങ്ക്ലി സ്റ്റോളാണ്. എന്തിലാണ് കാണിച്ചു വെച്ചാൽ ഈക്കോളി ബാക്ടീരിയയിലാണ്. പാർട്സ് ഓഫ് ഓപ്പറോൺ അതാ ZYA, പ്രൊമോട്ടർ, ഓപ്പറേറ്റർ, റിപ്രസർ, പ്രൊമോട്ടർ, ZYA. ടേം ലിങ്കേജ് കൊണ്ടുവന്നത് പെന്നർ സ്ക്വയറും സ്പ്ലൈസിയോസും ട്രാൻസ്ഡക്ഷനും വെച്ച് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ടേം ലിങ്കേജ് കോയിൻഡ് ബൈ പെന്നർ സ്ക്വയർ, അതുപോലെ സ്പ്ലൈസിയോസോം ട്രാൻസ്ഡക്ഷൻ, അത് വെച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അലക്ട് ഫ്രീസ്, ആൽഫ്രഡ് ഹർഷെ, മാർത്ത ചേസ്, മാത്യു മസൽസൺ, ഫ്രാങ്ക്ലി സ്റ്റോള്, ഫ്രാങ്കോയിസ് ജേക്കബ്, ജാക്കു മൊണോൺ, അത് വെച്ച് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2019 ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ വെച്ചൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്ന് പ്യുരൈൻ RNAയിലും DNA കാണുന്ന പ്യുരൈൻ. അപ്പോൾ നോക്കിയാൽ എൻ്റയർലി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ് വരുന്നത്. സ്ഥിരമായിട്ട് വരുന്നത് നമ്മളെ ലാക്കോപ്രോണാണ്. ഒരു സെൻറ്റിമോർഗൻ മാപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ESD എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ജനറ്റിക് മെറ്റീരിയൽ ജനറ്റിക് കോഡോണ്ട പ്രോപ്പർട്ടീസ് യൂണിവേഴ്സൽ, സ്പെസിഫിക്, അത് യൂണിവേഴ്സലുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്ന്. പിന്നെ ലാക്കോപ്രോണിൻ്റെ പ്രൊഡക്ട്സുകൾ, ജീൻ പ്രൊഡക്ട്സുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന്. 2020 DNA സ്ട്രക്ചർ എന്താ ചോദിച്ചാൽ DNA നീളം തന്ന് എത്ര ബേസ് പെയർ ഉണ്ട് തന്ന് ഇങ്ങോട്ട് ആ DNA നീളം കണ്ടുപിടിക്കാൻ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ച്. ബേസ് പെയറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തിയറി ക്വസ്റ്റ്യൻ. പിന്നെ DNA ട്രാൻസ്ക്രിപ്ഷനിൽ DNA ഹെലിക്സ് തുറക്കാൻ വേണ്ട എൻസൈം DNA ഡിപ്പെൻഡ് RNA പോളിമറേസ് തിയറി ക്വസ്റ്റ്യൻ. അമിനോ അസൈലേഷൻ ഓഫ് tRNA അതുമായി ബന്ധപ്പെട്ട ഒരു തിയറി ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യനാണ് അന്ന് വന്നത്. ഞാൻ പറഞ്ഞു ഒരു 5 or 6 ക്വസ്റ്റ്യനാണ് ജനറ്റിക്സ് 2 എന്ന് വരാറ്. ചാർഗാഫ് റൂളുമായി ബന്ധപ്പെട്ട്, ചാർഗാഫ് റൂൾ എന്ന് പറഞ്ഞാൽ 10% അഡിനിൻ ഉണ്ടെങ്കിൽ എത്ര ശതമാനം സൈറ്റോസിൻ ഉണ്ടാവും? സ്ഥിര ക്വസ്റ്റ്യനാണ്. 10% അഡിനിൻ ഉണ്ടെങ്കിൽ 10% തൈമിൻ ഉണ്ടാവും. കാരണം ഓല തമ്മിൽ ആ പെയറിങ് വരുന്നത്. അപ്പോൾ ഓല രണ്ടാളും കൂടെ 20 ആയി. അപ്പോൾ ഗോനിനും സൈറ്റോസിനും കൂടെ 80 ഉണ്ടായി. അപ്പോൾ ഗോനിൻ എത്ര ഉണ്ടാവും ചോദിച്ചാൽ 40 ഉണ്ടാവും, സൈറ്റോസിൻ 40 ഉണ്ടാവും. നമ്മോട് ചോദിച്ചത് സൈറ്റോസിനാണ്, അപ്പോൾ 40 ഉണ്ടാവും. അതൊരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ്. പിന്നെ ട്രാൻസ്ക്രിപ്ഷനിൽ RNA പോളിമറേസ് 1, 2, 3ൻ്റെ ഫങ്ഷൻസ്, ട്രാൻസ്ലേഷൻ്റെ റിക്വയർമെൻറ്റ്സ്, ട്രാൻസ്ക്രിപ്ഷനിലെ എൻസൈംസ്, സെൻട്രൽ ഡോഗ്മ, റിപ്പീറ്റഡ് DNA കോൺസെപ്റ്റ്, പാക്കേജിങ് ഓഫ് DNA, ജനറ്റിക് കോഡോൺ, കാപ്പിംഗ്, റോ ഫാക്ടർ, കോഡിംഗ് സ്ട്രാൻഡ്, സ്പ്ലിറ്റ് ജീൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി? ഒന്നും ഒഴിവാക്കാനില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എടുത്ത് പറയാൻ കഴിയാത്തത്.
പിന്നെ ഡി എയുടെ നീളം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്ന് ഇത്ര ബേസ് പെയർ ഉണ്ടെങ്കിൽ ഡി എനക്ക് എത്ര നീളം ഉണ്ടാവും. പിന്നെ മാത്യു മെസൽസൺ ഫ്രാങ്ക്ലി സ്റ്റോളിൻ്റെ എക്സ്പെരിമെൻറ്റ് വെച്ചൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, അങ്ങനെ 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വന്നായിരുന്നു. പിന്നെ ലാക്കോപ്രോണുമായി ബന്ധപ്പെട്ടൊരു തിയറി ക്വസ്റ്റ്യൻ. 2023 നോക്കിയേ കോഡിംഗ് സ്ട്രാൻഡും ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ കമ്പാരിസൺ, ജനറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ്, പാക്കേജിങ് ഓഫ് DNA, RNA പോളിമറൈസ് 3ൻ്റെ ഫംഗ്ഷൻ, ESD വീണ്ടും വന്ന് ESD എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്, റൈബോസോമിൽ എത്ര പ്രോട്ടീൻ 80 പ്രോട്ടീൻ എന്ന് ട്രാൻസ്ലേഷൻ പറയുന്നിടത്ത് ബുക്കിൽ പറയുന്നുണ്ട്. ലാക്കോപ്രോണിൻ്റെ ജീനുകൾ ZYA ജീനുകൾ. അപ്പോൾ ജനറ്റിക്സ് ടു ഏകദേശം പറഞ്ഞു. ഇനി എവല്യൂഷൻ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും ഇന്ന ഭാഗത്ത് നിന്ന് ആ ക്വസ്റ്റ്യൻ വരികയാണ്, നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം സ്ഥിരം ക്വസ്റ്റ്യൻ പിന്നെ ഒരു പാറ്റേൺ ഉണ്ട് എവല്യൂഷൻ. മാറി വന്നാൽ സാർ ഇങ്ങനെ പറഞ്ഞതിന് ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞ് പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. വേറെ ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം വന്നാൽ റേസ് ഇങ്ങനെ പറഞ്ഞതിന് ഒരിക്കലും പറയരുത്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അങ്ങനെയാണ് നമ്പരുത്. നമ്മൾ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള അനാലിസിസാണ് ചെയ്യുന്നത്. ഇതിൽ അനലോഗസ് ഓർഗൻ, ഹോമോലോഗസ് ഓർഗൻ, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ എക്സാമ്പിൾസ്, ഡൈവേർജൻ്റ് എവല്യൂഷൻ, കൺവേർജൻ്റ് എവല്യൂഷൻ, അതിൻ്റെ എക്സാമ്പിൾസ്, നാച്ചുറൽ സെലക്ഷൻ 3 ടൈപ്പ്, സ്റ്റെബിലൈസിങ്, ഡിസ്ട്രപ്റ്റീവ്, ഡയറക്ഷണൽ, അത് തമ്മിലുള്ള വ്യത്യാസം, ഹ്യൂമൻ എവല്യൂഷൻ്റെ ഓർഡർ, ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, പോസ്റ്റാലോപിത്തിക്കസ്, ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ മാൻ, ക്രോമാഗ്നൻ മാൻ, ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. ആ ഓർഡറാണ് എഴുതുക. അത് കാണാൻ പഠിച്ചാൽ നിങ്ങൾ, അതാണ് അതിന് മെയിൻ ക്വസ്റ്റ്യൻ വരൽ. പിന്നെ അതിന് ക്രേനിയൽ കപ്പാസിറ്റി വരാറുണ്ട്. അല്ലാതെ ആര് ഫുഡ് കഴിച്ച് മാംസം കഴിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു വരാറില്ല, കുറവാണ്. ചോദിക്കൂല എന്നല്ല, ചോദിച്ചിട്ടുമുണ്ട്, പക്ഷെ കണ്ടുവരൽ കുറവാണ്. ആ ഓർഡർ ഡിസോർഡറിൽ തന്നിട്ട് ഇവിടെ ഓർഡർ ആക്കാൻ പറയാറാണ് സാധാരണ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. പിന്നെ ആ ചാപ്റ്ററിൽ എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഒരു 2 ഫിഗർ തരുന്നുണ്ടാവും. കുട്ടിക്ക് എപ്പോഴും ടെൻഷനുള്ള ഭാഗമാണ് അത്. ഞാൻ പഠിച്ചില്ലല്ലോ. പഠിക്കണ്ടെന്ന് ഞാൻ പറയില്ല, എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാച്ചാൽ മതി. കാരണം അതിന് ക്വസ്റ്റ്യൻ വരൽ കുറവാണ്. മറ്റുള്ള ടോപ്പിക്കുകൾ പഠിക്കാതെ അതിന്മേൽ സമയം കളയണതിൽ അർത്ഥമില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പഠിക്കണ്ടെന്നല്ല, നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണ്. കുട്ടികൾ പല കോലത്തിലായിരിക്കും. ഈ വീഡിയോ കാണുന്ന പല കുട്ടികളുണ്ടാവും. എല്ലാം പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ അത് പഠിക്കണം. എന്നാൽ അതിന്മേൽ കുറേ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. ക്വസ്റ്റ്യൻ വരൽ ചാൻസ് കുറവാണ്. അപ്പോൾ ഹോമോലോഗസ് ഓർഗൻ, അനലോഗസ് ഓർഗൻ, അതിൻ്റെ എക്സാമ്പിൾസ്, ഡൈവേർജൻ്റ് എവല്യൂഷൻ, കൺവേർജൻ്റ് എവല്യൂഷൻ, അതിൻ്റെ എക്സാമ്പിൾസ്, അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, അഡാപ്റ്റീവ് റേഡിയേഷൻ, അതിൻ്റെ എക്സാമ്പിൾസ്, ഹ്യൂമൻ എവല്യൂഷൻ്റെ ഓർഡർ, പിന്നെ ഹാർഡി വീൻബറി ഇക്വിലിബ്രിയമായി ബന്ധപ്പെട്ട് സ്ഥിരം ക്വസ്റ്റ്യൻ അതിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരെ വരും, സ്ഥിരം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ വരും. ഹാർഡി വീൻബറി ഇക്വിലിബ്രിയമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫൗണ്ടർ ഇഫക്റ്റോ, നാച്ചുറൽ സെലക്ഷൻ 3 ടൈപ്പ് ഉണ്ട്, സ്റ്റെബിലൈസിങ്, ഡയറക്ഷണൽ, ഡിസ്ട്രപ്റ്റീവ്, അതുമായി ബന്ധപ്പെട്ടോ ഫൗണ്ടർ ഇഫക്റ്റോ ജനറ്റിക് ഡ്രിഫ്റ്റോ എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് ഹാർഡി വീൻബറി ഇക്വിലിബ്രിയത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ലാമാർക്കിസും ഡാർവിനീസും ഒന്നും അങ്ങനെ കയറി വരാറില്ല. ക്ലിയർ ആയി കാണും നിങ്ങൾക്ക്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2017 ഹോസിൻ്റെ ഓർഡർ ചോദിച്ച് അത് ഔട്ട് ചെയ്ത് പെരിസോഡാക്റ്റൈല നമ്മളെ ബുക്കിലില്ല. പക്ഷേ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാരണം ഞാൻ നമുക്ക് പറഞ്ഞുതരാം. നിങ്ങളെ NCERT ബാക്കിൽ എവല്യൂഷൻ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ ക്വസ്റ്റ്യൻസ് തന്നതിൽ ഹോസിൻ്റെ എവല്യൂഷൻ പഠിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. മെരി ഹിപ്പസ്, മീസോ ഹിപ്പസ്, ഇക്വസ് എന്ന് പറഞ്ഞ ആ ഓർഡർ പഠിക്കാൻ അങ്ങോട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ അന്ന് വന്നത്. ഡിലീറ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഹോസിൻ്റെ ഓർഡർ ആയിരുന്നു അന്ന് ചോദിച്ചത്. പെരിസോഡാക്റ്റൈലാണ് വരുന്ന ആൻസർ. പിന്നെ നാച്ചുറൽ സെലക്ഷൻ 3 ടൈപ്പ്, സ്റ്റെബിലൈസിങ്, ഡയറക്ഷണൽ, ഡിസ്ട്രപ്റ്റീവ് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി അടുത്തങ്ങോട്ട് നോക്കിയേ, ഞാൻ ഈ പറഞ്ഞതല്ലാത്ത ഒന്നും അതിലുണ്ടാവില്ല. 2018 അഡാപ്റ്റീവ് റേഡിയേഷൻ, ഡൈവേർജൻ്റ് എവല്യൂഷൻ, കൺവേർജൻ്റ് എവല്യൂഷൻ, ഹോമോലോഗി, അനലോഗി. എക്സാമ്പിൾ ഓഫ് ഡൈവേർജൻ്റ് എവല്യൂഷൻ അക്കോർഡിംഗ് ടു ഹ്യൂഗോ ഡേവിസ് മെക്കാനിസം ഓഫ് എവല്യൂഷൻ, മ്യൂട്ടേഷനാണ്. ഹാർഡി വീൻബറി ഇക്വിലിബ്രിയം, നാച്ചുറൽ സെലക്ഷൻ, സ്റ്റെബിലൈസിങ്, ഡയറക്ഷൻ, ഡിസ്ട്രപ്റ്റീവ്, വേരിയേഷൻ കോസ്ഡ് ബൈ മ്യൂട്ടേഷൻ, അത് ഹ്യൂഗോ ഡേവിസ് ആണ് പറഞ്ഞത്. എവല്യൂഷൻ ഓഫ് മാനിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി, അത് പഠിക്കണം ഞാൻ കൂടെ പറഞ്ഞ്. പിന്നെ എംബ്രിയോളജിക്കൽ എവിഡൻസ് ഓഫ് എവല്യൂഷൻ ഡിസ്പ്രൂവ്ഡ് ബൈ കാൾ ഏണസ്റ്റ് വോൺ ബെയർ. ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, കൺവേർജൻ്റ് എവല്യൂഷനാണ്. യുറേ മില്ലർ എക്സ്പെരിമെൻറ്റിലെ ഗ്യാസുകൾ അത് ഏതൊക്കെയായിരുന്നു, എത്ര ടെമ്പറേച്ചറിലാണ്, 800 ഡിഗ്രി ടെമ്പറേച്ചറിലാണ്, മീഥേൻ ഉണ്ട്, ആ ഗ്യാസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ പഠിക്കണം. പിന്നെ ആന്ത്രോപോജനിക് എവല്യൂഷൻ്റെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്ന എവല്യൂഷൻ്റെ എക്സാമ്പിളുകൾ, അത് മാത്രമേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ പെടാത്ത ഒന്ന് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ എവല്യൂഷൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റും ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരിക.
ഞാൻ അങ്ങോട്ട് പല ചാപ്റ്റർ പറഞ്ഞ് എല്ലാ ഭാഗവും പഠിക്കണം. ഇത് ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതൽ കണ്ടുവരാറ് എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ചാപ്റ്ററാണ് എവല്യൂഷൻ. 2021 ജനറ്റിക് ഡ്രിഫ്റ്റ്, അഡാപ്റ്റീവ് റേഡിയേഷൻ, ഫൗണ്ടറി ഇഫക്റ്റ്, ഡൈവർജന്റ് എവല്യൂഷൻ, കൺവേർജന്റ് എവല്യൂഷൻ. 22 സ്റ്റെബിലൈസിങ് ഡയറക്ഷൻ ഡിസ്ട്രപ്റ്റീവ്, അനലോഗസ്, ഹോമോലോഗസ് ഓർഗൻ. 2023 അഡാപ്റ്റീവ് റേഡിയേഷൻ. ആവറേജ് ഒരു 3-4 ക്വസ്റ്റ്യനാണ് എവല്യൂഷൻ ചാപ്റ്ററിൽ വരാറ്. ഞാൻ നേരത്തെ 3 പറഞ്ഞതിൻ്റെ ഓർമ്മ, 3-4 ക്വസ്റ്റ്യനുകളാണ് എവല്യൂഷൻ ചാപ്റ്ററിന് സാധാരണ കണ്ടുവരാറ്. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടിയാണ് ബാക്കിയുള്ളത്, 3 ചാപ്റ്റർ ബാക്കിയുണ്ട്. ഒന്ന് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ 4 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യനോ, 3 സാധാരണ, 3-4 ക്വസ്റ്റ്യൻ നോക്കുക. 3, 3, 3, 3, 2, 1 ഒക്കെ ഉള്ളുണ്ട്. 3-4 ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിൽ നമ്മൾ ആ ഫസ്റ്റിൽ പത്തോജൻ ഉണ്ടല്ലോ, ഓരോന്നിനുള്ള പത്തോജൻ, ഏത് ടൈഫോയിഡിൻ്റെ സാൾമണൽ ടൈഫി, ന്യൂമോണിയൻ്റെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, പിന്നെ കോമൺ കോൾഡ് റൈനോ വൈറസ്, ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ഫൈലേരിയാസിസ്, എൻഡമീബ ഹിസ്റ്റോൾട്ടിക്ക അമീബിയാസിസ്. അതുമായി ബന്ധപ്പെട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, അതാണ് ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സാധാരണ, അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ, മിക്കവാറും ആ ഡിസീസസ് എന്നൊരു ക്വസ്റ്റ്യൻ, മിക്കവാറും അത് മാച്ച് ദ ഫോളോയിങ് ആണ് കണ്ടുവരാറ്. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ്. 2 ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, TT അടിക്കലും ആൻറ്റി ടെന്നസ് സിറം കുത്തിവെക്കലും, അമ്മയിൽ നിന്ന് കുട്ടിക്ക് ആൻറ്റിബോഡീസ് കിട്ടുന്നത് ആക്റ്റീവാണോ പാസീവാണോ, ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി, അതുപോലെ വാക്സിനേഷൻ്റെ പ്രിൻസിപ്പിൾ, അതിനൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഡ്രഗ് ആൻഡ് ആൾക്കഹോൾ അബ്യൂസ്, ക്യാൻസർ, എയ്ഡ്സ്, ഇതിനെല്ലാം കൂടി ഒരു ക്വസ്റ്റ്യൻ. സാധാരണ അങ്ങനെയാണ് കണ്ടുവരാറ്. ഒന്ന് ഡിസീസസുമായി ബന്ധപ്പെട്ട് വരും. പിന്നെ അപ്പോൾ എല്ലാ ഭാഗവും പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ആ ഇമ്മ്യൂണിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ കിടക്കാറുണ്ട്. പിന്നെ ആ ക്യാൻസർ, എയ്ഡ്സ്, ഡ്രഗ് ആൻഡ് ആൾക്കഹോൾ അബ്യൂസ് എന്നൊരു ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യനാണ് ആവറേജ് ഉണ്ടാവുക. 2017 ഗ്രാഫ്റ്റ് റിജക്ഷൻ ഏത് ഇമ്മ്യൂണിറ്റിയാണ്? സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. മാൾട്ടിൻ്റെ പെർസെൻറ്റേജ് 50% ആണ് ഇമ്മ്യൂണിറ്റി എന്നാണ് 2 ക്വസ്റ്റ്യൻ വന്നത്. 2018 സ്മാക്ക് പറഞ്ഞാൽ ഹെറോയിൻ എവിടുന്നാണ് കിട്ടുക? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ്, വിറ്റ്ലിഗോ, സോറിയാസിസ്. അതെങ്ങനെ ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ പറയണതിൽ ഏതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലാത്തത്? അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽസ്, എലിഫൻറ്റിയാസിസ്. അപ്പോൾ നമ്മളെ ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന്, ഡ്രഗ് ആൻഡ് ആൾക്കഹോൾ അബ്യൂസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന്, പിന്നെ ആ ഫ്രണ്ട് ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിടന്ന്. പിന്നെ 2019 ഗ്രാഫ്റ്റ് റിജക്ഷനുള്ള കാരണം ഏത് ഇമ്മ്യൂണിറ്റിയാണ്? അപ്പോൾ ആ ഭാഗങ്ങൾ പഠിച്ച് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഹെറോയിൻ ആണ് സ്മാക്ക്, അപ്പോൾ നേരത്തെയും കഴിഞ്ഞ പ്രാവശ്യം ഒന്ന്. പിന്നെ ടൈഫോയിഡിൻ്റെ കോസറ്റീവ് ഏജൻറ്റ്, അതിൻ്റെ കൺഫോമേറ്ററി ടെസ്റ്റ്, വൈഡാൾ ടെസ്റ്റ്. പ്ലാസ്മോഡിയത്തിൻ്റെ ഇൻഫെക്ഷസ് ഏജൻറ്റ്, സ്പോറോസോയിറ്റ്, ആക്റ്റീവ് പാസീവ് ഇമ്മ്യൂണിറ്റി. പിന്നെ ടൈഫോയിഡ്, ന്യൂമോണിയ, ഫൈലേരിയ, മലേറിയ, അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യന്. ഫൈലേരിയാസിസ്, അമീബിയാസിസ്, ന്യൂമോണിയ, റിംഗ്വേം, അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യന്. ഓട്ടോ ഇമ്മ്യൂണിറ്റിയിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യന്. പിന്നെ അക്കോർഡ് ഇമ്മ്യൂണിറ്റി, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്, അത് തിയറിറ്റി. ഇത് രണ്ടും തിയറിയ ക്വസ്റ്റ്യനാണ് വന്നത്. എയ്ഡ്സ് എങ്ങനെ അഫക്റ്റ് ചെയ്യും? ഹെൽപ്പർ ടീൻ്റെ എണ്ണം കുറക്കും. ഡ്രഗ് ആൻഡ് ആൾക്കഹോൾ അബ്യൂസിൽ ഹെറോയിൻ, മരിജ്വാന, കൊക്കൈൻ, മോർഫിൻ, അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. റിംഗ്വേം, ഫൈലേരിയാസിസ്, മലേറിയ, ന്യൂമോണിയ, കോസറ്റീവ് ഏജൻറ്റ്, അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് 2 ചാപ്റ്റർ ബാക്കിയുള്ളത്. ഒന്ന് മൈക്രോബ്സ് ആണ്. മൈക്രോബ്സ് ചാപ്റ്ററിൽ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൈക്രോബിയൽ പ്രൊഡക്ട്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്, മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്നുള്ളൊരു ഭാഗം വരുന്നുണ്ട്. അസറ്റിക് ആസിഡ്, അതുപോലെ സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അതുപോലെ സ്റ്റാറ്റിന് അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൈക്ലോസ്പോറിൻ എ. അസറ്റിക് ആസിഡ് നമുക്കറിയാം, അസറ്റോബാക്ടർ അസറ്റി. സിട്രിക് ആസിഡ് ആസ്പെർഗില്ലസ് നൈഗർ. ലാക്റ്റിക് ആസിഡ് ലാക്ടോബാസില്ലസ്. സ്റ്റാറ്റിൻ മൊണാസ്കസ് പർപ്യൂറ്. സൈക്ലോസ്പോറിൻ എ ട്രൈക്കോഡർമ പോളിസ്പോറ. ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അത് സ്ഥിരം 2 ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിന് വരാറ്. മൈക്രോബ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, 2 ചില വർഷം 1 കണ്ടുവരാറ്. ഈ വർഷം 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷേ 2023 ഒരു ക്വസ്റ്റ്യനും വന്നിട്ടില്ല. അപ്പോൾ ആവറേജ് ഒരു 2 ക്വസ്റ്റ്യനാണ് നിങ്ങളതിന് പ്രതീക്ഷിക്കേണ്ടത് മൈക്രോബ്സ് എന്ന്. ഒന്ന് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ഇതുമായി ബന്ധപ്പെട്ട് ഓരോരോ, അതുപോലെ എഥനോൾ, സക്കാരോമൈസിസ്, സെറിവിസിയ, അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യന്. പിന്നെ അതുപോലെ സ്ട്രെപ്റ്റോകൈനസ്, ക്ലോട്ട് ബസ്റ്റർ,
ലിപ്പേസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇത് ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കേടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോബ് ഏതാണ്, പിന്നെ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ഉപയോഗിക്കണം മൈക്രോബ്സ്, അതിനെക്കുറിച്ചായി ഡീറ്റെയിൽഡ് ആയിട്ട് സാധനം വേണ്ട. ആ മൈക്രോബ്സിൻ്റെ പേരാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുപോലെ ബയോ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോബ്സിൻ്റെ പേരിട്ടോ. അപ്പം നമ്മൾ നോസ്റ്റോക്ക്, അനബീന, അസോട്ടോബാക്ടർ, റൈസോബിയം, അത് ബയോ ഫെർട്ടിലൈസർ. ബയോ കൺട്രോൾ ഏജൻസ് ആയതുകൊണ്ട് ട്രൈക്കോഡർമ, ന്യൂക്ലിയോ പോളിഹൈഡ്രോ വൈറസ്, ബാസില്ലസ് തുരിൻജിയൻസിസ്, അത് ബയോ കൺട്രോൾ ഏജൻസ്. അപ്പോൾ ആ മൈക്രോബിൻ്റെ പേരാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ സീവേജിൽ മറ്റേ അതുണ്ടല്ലോ, ഏത് ബയോഗ്യാസ് പ്ലാന്റിൽ വരുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണ്, അത് സെല്ലുലോസ് ഉള്ള നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന സെല്ലുലോസിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്യാസുകൾ വേറെയാണ്. എന്നാൽ നമ്മളെ ഹ്യൂമൻ സീവേജിൽ നിന്ന് ഉണ്ടാവുന്ന വേസ്റ്റ്, ടോയ്ലറ്റ് വേസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ബയോഗ്യാസിൽ ഗ്യാസ് വേറെ ഉണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. സെല്ലുലോസിൽ നിന്നും പിന്നെ സീവേജിൽ നിന്നും ഉണ്ടാവുന്ന ബയോഗ്യാസിൻ്റെ ഡിഫറൻസ്. ഇത്രയൊക്കെയാണ് അതിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. നമ്മൾ നോക്കാം, ഞാൻ ഈ പറഞ്ഞൊക്കെ തന്നെ ആയിരിക്കും. സക്കാരോമൈസിസ് സെറിവിസ്, അസറ്റോബാക്ടർ അസറ്റി, മെഥനോബാക്ടീരിയം, പെൻസിലിയം ന്യൂട്രേറ്റം, അതിൻ്റെ ക്വസ്റ്റ്യന്. അതുപോലെ ഇതിൽ ഞാൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഏതാണോ തിയറി ക്വസ്റ്റ്യൻ ഏതാണോ അങ്ങനെ കൊടുത്തിട്ടില്ല. ടോട്ടൽ ക്വസ്റ്റ്യനാണ് സൈഡിൽ കൊടുത്തത്. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആണ്. സീവേജ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ച്, പിന്നെ പാല് തൈരാക്കും അതിൽ ഏത് വിറ്റാമിനാണ് കൂടുക, വിറ്റാമിൻ B12 കൂടും. ബയോറിയാക്ടർ എന്തിനാണ് ഉപയോഗിക്കുക, ലാക്ടോബാസില്ലസ്, സക്കാരോമൈസിസ് സെറിവിസ്, ആസ്പെർഗില്ലസ് നൈഗർ, അസറ്റോബാക്ടർ അസറ്റി, ഇതൊക്കെ എന്തിനു ഉപയോഗിക്കും. പിന്നെ പ്ലാന്റ് ഡിസീസിൻ്റെ കൺട്രോളിൽ ഉപയോഗിക്കുന്ന ബയോ കൺട്രോൾ ഏജൻറ്റ് സ്റ്റാറ്റിൻ. ഞങ്ങൾക്ക് പറഞ്ഞത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാറ്റിസ്, മൊണാസ്കസ് പർപ്യൂറിയസ്, എന്തിനു വേണ്ടി, സ്റ്റാറ്റിൻ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്. ബയോ കൺട്രോൾ ഏജൻറ്റായിട്ട് ട്രൈക്കോഡർമ, ബാക്കുലോ വൈറസ്, ബാസിലസ് തുരിൻജിയൻസിസ്. ആ പേരാണ് പറയേണ്ടത്. അല്ലാതെ നമ്മുടെ ബുക്കിൽ ഓർഗാനിക് ഫാമർ ചെയ്യുന്ന കാര്യങ്ങളും അതൊന്നും വായിച്ച് കുറേ സമയം കളയണ്ട. ഓരോരോ മൈക്രോബ് എന്തിനാണ് ഉപയോഗിക്കുക, അതാണ് ആ ചാപ്റ്ററുകൾ പഠിക്കേണ്ടത്. ഇപ്പം തുടങ്ങുന്നത് തൈരാണ്. പിന്നെ ടോഡി, ബീർ, റം, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇഡ്ഡലി, ദോശ മാവിൻ്റെ കാര്യം, അങ്ങനെ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് പറഞ്ഞ്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൽ ഉപയോഗിക്കുന്ന മൈക്രോബ്സ്, അത് സ്ഥിരം ക്വസ്റ്റ്യനാണ്. പിന്നെ സീവേജിൽ ഉപയോഗിക്കുന്ന മൈക്രോബ്, മെഥനോബാക്ടീരിയം, പണി കഴിഞ്ഞ്. പിന്നെ ആൻറ്റിബയോട്ടിക്കിൽ പെൻസിലിയം ന്യൂട്രേറ്റം. അങ്ങനെ ആ ഓർഡറിൽ നിങ്ങൾ ആ മൈക്രോബിൻ്റെ പേരാണ് നിങ്ങളതിൽ പഠിക്കേണ്ടത്. 2020 കൊളസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം, ട്രൈക്കോഡർമ പോളിസ്പോറം, മൊണാസ്കസ് പർപ്യൂറിയസ്, ആസ്പെർഗില്ലസ് നൈഗർ, ഞാൻ അപ്പോൾ പറഞ്ഞ പേരുകളൊക്കെ തന്നെയാണ്. സീവേജ് ട്രീറ്റ്മെൻറ്റിൽ അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലോട്ട് എന്താണ് ഇടുന്നത്, പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർക്ക് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഇടും. അതൊരു ക്വസ്റ്റ്യൻ വന്നതാണ് 2021 ആസ്പെർഗില്ലസ് നൈഗറും, അസറ്റോബാക്ടറിയും, ക്ലോസ്ട്രീഡിയം, ലാക്ടോബാസിലസ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനാണ് വന്നത്. സൈക്ലോസ്പോറിനെ ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിലാണ് മൈക്രോബ്സ് എന്ന് വന്ന ക്വസ്റ്റ്യനുകൾ. ഇനി ഒറ്റ ചാപ്റ്ററും കൂടി നമുക്കുള്ളത് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. എളുപ്പത്തിലൊരു കാര്യം പറയട്ടെ, ഇൻസിറ്റ്യൂവിൽ വരുന്നതും എക്സിറ്റ്യൂവിൽ വരുന്ന ലിസ്റ്റുകൾ പഠിക്കുക. ഇൻസിറ്റ്യൂവിൽ സുവോളജിക്കൽ പാർക്ക് വരില്ല, നാഷണൽ പാർക്ക് വരും. പിന്നെ നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, സാക്രഡ് ഗ്രൂവുകൾ, ഹോട്ട്സ്പോട്ടുകൾ, ഇത്രയാണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂവിൽ പഠിച്ചത്. എക്സിറ്റ്യൂവിൽ സൂ, ബൊട്ടാനിക്കൽ ഗാർഡൻ, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ഇതൊക്കെയാണ് അതിൽ പഠിച്ചത്. അപ്പോൾ ഇതിൽ താഴെ വരുന്നതിൽ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് എക്സിറ്റ്യൂട്ട്, അതൊരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ്. പിന്നെ ആ എവിൾ കോർട്ടറ്റ് ഇല്ലേ, ഏതൊക്കെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്കുള്ള മെയിൻ 4 കാരണങ്ങൾ, ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, കോ എക്സ്റ്റൻഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീസീസ് ഇൻവേഷൻ. അതിന് ക്വസ്റ്റ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിറ്റ്യൂട്ട് ഉറപ്പാട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയേ, എക്സിറ്റ്യൂട്ട് കൺസർവേഷൻ ഇൻക്ലൂഡ്, എക്സിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെഫിനിഷൻ. പിന്നെ എവിൾ കോർട്ടറ്റ് എന്ന ക്വസ്റ്റ്യന്, എവിൾ കോർട്ടറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. പിന്നെ ഹൈയസ്റ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആമസോൺ ഫോറസ്റ്റ് ആണ്. റോബർട്ട് മാൻ്റെ പ്രകാരം എത്ര സ്പീഷീസാണ് ഉള്ളത്, 7 മില്യൺ സ്പീഷീസാണ് ഉള്ളത്. പിന്നെ ആ എർത്ത് സമ്മിറ്റിൻ്റെ വർഷം ഉണ്ടല്ലോ, 1992 2002, അത് എവിടെയാണ് നടന്നത്, എവിൾ കോർട്ടൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോഴ്സ്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് പറഞ്ഞത്. എക്സിറ്റ്യൂവിൽ ആരാ വരിക, ബയോസ്ഫിയർ റിസർവിൽ ബഫർ സോൺ ഉണ്ട്, കോർ സോൺ ഉണ്ട്, ട്രാൻഷൻ സോൺ ഉണ്ട്, അതിൻ്റെ വ്യത്യാസം എന്താണ്, അതൊന്നും പിന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടുവരാറില്ല. അതിന് ഇൻസിറ്റ്യൂട്ട് എക്സിറ്റ്യൂട്ട് അത് നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക, അത് ക്വസ്റ്റ്യനാണ് ഉറപ്പാണ്. പിന്നെ ആ എവിൾ കോർട്ടത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. 2 ക്വസ്റ്റ്യനാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ +2ൻ്റെ
സോളജിയുടെ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അത് തന്നെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ റഫായിട്ടൊന്ന് പറഞ്ഞ് കുറേ നേരം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കമൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം. അതിനനുസരിച്ച് നമ്മളെ ക്ലാസ് ഒന്നും കൂടി മോഡിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഉഷാറാക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. താങ്ക് യു.